ഹലോ ഹായ്, ഞാൻ നൗഷാദ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എയർ ലെയറിങ് ചെയ്ത് എങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ചിലപ്പോൾ ചാമ്പയോ അല്ലെങ്കിൽ നല്ല കായ് ഫലം തരുന്ന പേരയോ അങ്ങനെയുള്ള ചെടികളിൽ നിന്ന് നമുക്ക് എയർ ലെയറിങ്ങിലേക്ക് കൂടി നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ നമുക്ക് അതിൻ്റെ ആ കായ്ക്കുന്ന അതേ മാതൃഗുണം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ക്കാനുള്ള കായ്ഫലം തരുന്ന ഒരു ചെടിയായിട്ട് നമുക്ക് മാറും. നമ്മൾ പഴയ നഴ്സറികളിലും കാണുന്നില്ലേ, ചെറിയ ചെടിയിൽ ചട്ടിയിലൊക്കെ വെച്ച ചെടികളിൽ നിന്ന് നമുക്ക് പേരകളൊക്കെ തിങ്ങി നിറഞ്ഞ് കായ്ക്കുന്ന ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് എയർ ലെയറിങ്ങിലേക്ക് കൂടി ചെയ്തെടുക്കുന്ന തൈകളാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു തൈകൾ എയർ ലെയറിങ് ചെയ്തുണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ യൂട്യൂബിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നമ്മുടെ ലെയറിങ് ചെയ്തതും ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതും എങ്ങനെയാണ് ചെയ്യേണ്ടതും എന്നതായിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇതാണ് നമ്മൾ ലെയറിങ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ ചെയ്ത് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇതൊരു ലെയറിങ് കപ്പാണ്. ഈ കപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടാവശ്യത്തിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കപ്പ് വേണമെന്നില്ല, നമുക്ക് ഈ കപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നമ്മൾ ലെയറിങ് കപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പ് കിട്ടുന്നതാണ്. ഇനി കപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മുടെ ഇതുപോലെ ചകിരിച്ചോറും ചാണകപ്പൊടിയും നിറച്ചിട്ടും ആ രീതിയിലും ചെയ്യാം. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്, കാണിച്ചു തരാം ഏത് രീതിയിലാണെന്നുള്ളത്. ഇത് കണ്ടോ, വേര് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്കിതിപ്പോൾ കട്ട് ചെയ്തെടുക്കാനായി. അതുപോലെ ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഉമ്മർ ചാമ്പയാണ്. ഉമ്മർ ചാമ്പക്ക് ലെയറിങ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ചാമ്പകളൊക്കെ നമുക്ക് ലെയറിങ് ചെയ്ത് എത്ര തൈകൾ വേണമെങ്കിലും നമുക്കിത് ഇതുപോലെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഈ എയർ ലെയറിങ്ങിലേക്ക് കൂടി തൈകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു അയൽപക്കത്തുള്ള വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുക്കളെ വീട്ടിലോ നമ്മളൊരു ചാമ്പ കഴിച്ചു, ആ ചാമ്പ നല്ല മധുരമുണ്ട്. നമ്മൾ പല ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മളൊരു ചാമ്പ തൈ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റാക്കി കളി. കാരണം അത് പച്ചവെള്ളം ചോദിക്കും, ഒരു മധുരവും ഉണ്ടാവില്ല. അപ്പം പല ചാമ്പകൾ, ഇപ്പം ഉമ്മർ ചാമ്പ എക്സാമ്പിൾ, ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില നഴ്സറികളിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ പല ആളും എന്നെ വിളിക്കലുണ്ട്. മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ആ ചാമ്പ എത്തുമ്പോഴും അത് കായ്ക്കുമ്പോഴും അത് ഉമ്മർ ചാമ്പ, ഏതേലും ഒരു തായ്ലൻഡ് വെറൈറ്റി ചാമ്പകളായിരിക്കും. അത് ഉമ്മർ ചാമ്പ ആവണമെന്നില്ല. നമ്മളത് വളർന്ന് ചാമ്പ കിട്ടുന്ന സമയങ്ങളിൽ അതൊരു ഗുണമില്ല, അതൊരു പച്ചവെള്ളം ചുവക്കും, മധുരം ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് വെട്ടിക്കളയും. നമ്മൾ എയർ ലെയറിങ് ചെയ്തെടുത്ത തൈകളാകുമ്പോൾ നമുക്ക് ആ ഒരു ഗുണത്തിൽ തന്നെ നമുക്ക് ആ മധുരത്തോടു കൂടിയുള്ള ചാമ്പ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ലെയറിങ് പിടിച്ച, അതായത് വേര് പിടിച്ച ഈ ഒരു തയ്യെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഒരു വെട്ടിന് തന്നെ നമുക്കിത് മുറിച്ചെടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ വേരുകൾ തിങ്ങി നിറഞ്ഞു. നമ്മുടെ വേനൽക്കാലത്തായി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏത് രീതിയിൽ. അതായത് നമ്മളൊരു കത്തിയെടുത്ത്, മൂർച്ചയുള്ള കത്തിയെടുത്ത് നമ്മൾ ഒരു പകുതി വരെ നമ്മളിത് കട്ട് ചെയ്ത് വെക്കുക. ഇവിടുന്ന് ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക. ആ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ പൂർണ്ണമായിട്ട് നമ്മുടെ ഈ ചെടിയിൽ മാതൃസസ്യത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മളത് നീക്കം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് നല്ല മഴക്കാലമായതുകൊണ്ട് നന്നായിട്ട് വേര് പിടിച്ചത് കൊണ്ട് ഇത് ഉണങ്ങിപ്പോവില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഇത് വേര് പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അഴിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇതാ കണ്ടില്ലേ, ഈ ഒരു കപ്പിൽ തന്നെ നമ്മളിത് നന്നായിട്ട് ഇത് വേര് പിടിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്രോ ബാഗിലേക്ക് ഇത് മാറ്റി നട്ടു കൊടുത്താൽ മതി. ഇനിയിപ്പം ഇതിനെ നമ്മൾ വേനൽക്കാലത്താണ്, ചൂടുള്ള സമയത്താണ് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വേര് വന്ന തൈകളെയാണെങ്കിൽ ഒറ്റ വെട്ടിന് നമ്മൾ മുറിക്കാൻ പാടില്ല. കാരണം ആ ചെടി ഉണങ്ങിപ്പോവും. മാതൃസസ്യത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മളത് നീക്കം ചെയ്യുമ്പോൾ എന്ത് വേണം, നമ്മൾ ഇതുപോലെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ എടുക്കാം. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കത്തിയെടുത്തിട്ട്, നല്ല മൂർച്ചയുള്ള കത്തിയെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പകുതി നമ്മൾ ഈ ചെത്തിയെടുക്കുക. കൈയൊന്നും മുറിയാതെ ശ്രദ്ധിക്കണം. പകുതി വരെ നമ്മൾ ഇതുപോലെ ചെത്തി ഒഴിവാക്കുക. പകുതി വരെ നമ്മൾ കട്ടായിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, കട്ടായിട്ടുണ്ട്. ഇനി ഇതൊരു 3 ദിവസം, 3-4 ദിവസം വരെ ഈ രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ വെക്കാം. അതിനുശേഷം മെല്ലെ വന്ന് ആദ്യം ഇതിൻ്റെ പകുതി തന്നെ കുറച്ചുകൂടി ഒന്ന് നമുക്ക് ഇതുപോലെ നീക്കം ചെയ്ത് കൊടുക്കുക. നീക്കം ചെയ്ത് കൊടുത്ത് ഈ മാതൃസസ്യത്തിൻ്റെ മുകളിൽ നിന്ന് ഇത് വേരുകൾ എന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് ഈ ചെടിക്ക് തന്നെ തോന്നണം. അപ്പോൾ ഈ വേര് സ്ട്രോങ് ആയി കിടക്കും, ഇത് ഉണങ്ങാതെ നമുക്കിത് കിട്ടും. അതിനുശേഷം കട്ടർ ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് നീക്കം ചെയ്യുക. മഴക്കാലത്ത് നമുക്ക് പേടിക്കേണ്ട, ഇത് ഉണങ്ങി പോകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് വേര് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലെയറിങ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിൽ ഇതാ വേര് വന്നിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങൾ? ഇതാ അടുത്ത് കാണിക്കുക, വീഡിയോ അടുത്ത് കാണിക്കുക, വേര് വന്നിട്ടുണ്ട്. ഈ വേര് വെള്ള വേരിൽ നിന്ന് മാറി ഈ ഒരു ബ്രൗൺ കളറിലേക്ക് വേരുകൾ വരണം, കണ്ടോ? ബ്രൗൺ കളറിലേക്ക് വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതായത് ഈ വേര് മൂക്കണം. അല്ലാതെ വെള്ള വേരുകൾ മാത്രം വരുന്ന സമയത്ത് നമ്മളിത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ചെടികൾ നമുക്ക് കിട്ടില്ല, ഇത് ഉണങ്ങിപ്പോവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ബ്രൗൺ കളറിലേക്ക് വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേനൽക്കാലത്താണ്, നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ നിന്ന് മാത്രം ഇത് നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ തൈകൾ കിട്ടുകയുള്ളൂ. പല ആളുകളുടെയും പ്രശ്നം, ഞാൻ ലെയറിങ് ചെയ്ത് വേര് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, അത് കട്ട് ചെയ്തപ്പോൾ ഉണങ്ങിപ്പോയി. ആ ഉണങ്ങിപ്പോകുന്നതിൻ്റെ കാരണം പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. ഒരു കാരണവശാൽ അങ്ങനെ ചെയ്യരുത്. നമ്മൾ 2-3 പ്രാവശ്യം ഘട്ടം ഘട്ടമായിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല മഴക്കാലത്താണെങ്കിൽ വേര് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്ത പോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ലെയറിങ് എങ്ങനെ ചെയ്തെടുക്കേണ്ടത് നോക്കാം. അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വേണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു കത്തി. അത് ഈ കത്തി തന്നെ വേണമെന്നില്ല, ഇത് ഞാൻ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന കത്തിയാണ്. നമുക്ക് കടയിൽ നിന്ന് 20 രൂപയുടെ ടെർമോക്കോൾ മുറിക്കുന്ന കത്തി കിട്ടിയാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ചകിരിച്ചോറ്, അതായത് കമ്പോസ്റ്റായ ചകിരിച്ചോറും ഉണങ്ങിയ ചാണകപ്പൊടിയും തമ്മിൽ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ നിറച്ച് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതൊരു ലെയറിങ് കപ്പാണ്. ഈ കപ്പിൽ ഇതുപോലെ നിറച്ച് കൊടുക്കുക, ചെറിയൊരു നനവോട് കൂടി നിറച്ച് കൊടുക്കുക. അതായത് ചകിരിച്ചോറ് കമ്പോസ്റ്റായ ചകിരിച്ചോറ് തന്നെ ആയിരിക്കണം. അതുപോലെ ഉണങ്ങിപ്പൊടിഞ്ഞ് ചാണകപ്പൊടിയും, വേറൊന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഈ കപ്പ് കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇതും ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് സഞ്ചി, ഇത് കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഒരു സഞ്ചിയാണ്. ഈ സഞ്ചിയിൽ ചകിരിച്ചോറ് ഇതാ നിങ്ങൾ കാണാൻ പറ്റും, ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും ചകിരിച്ചോറ് കമ്പോസ്റ്റും കൂടി നിറച്ച് വെച്ച ഒരു കവറാണ്. ഈ കവറിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ലെയറിങ് ചെയ്യാൻ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതും ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ നമുക്കതിന് വേണ്ടത് റൂട്ടിംഗ് ഹോർമോൺ വേണം. അതിന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയുടെ ഒരു കഷ്ണമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്കിതിൻ്റെ തൊലി അല്പം നീക്കം ചെയ്യാനുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത്, ഇവിടെയാണ് ഞാനൊരു ലെയറിങ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ആദ്യം വേണ്ടത്, ഈ ഭാഗത്ത് നിന്നുള്ള കമ്പുകളെ അങ്ങ് കളഞ്ഞു. അതിനുശേഷം ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ റൗണ്ടിൽ നമ്മൾ ഇതിൻ്റെ തൊലി നീക്കം ചെയ്ത് കൊടുക്കണം. ഇതാ തൊലി ഇതുപോലെ നീക്കം ചെയ്ത് കൊടുക്കുക. നമ്മൾ റൗണ്ടിൽ കയറി ഇവിടുന്ന് കുറച്ച് താഴെ ഭാഗത്തുമായിട്ട് ഇതുപോലെ നമ്മളൊന്ന് റൗണ്ടിൽ ഇങ്ങനെ, മൂർച്ചയുള്ള കത്തികളെ കൊണ്ട് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തെന്നി കൈ മുറിയാൻ സാധ്യത കൂടുതലാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നേരെ ഇങ്ങ് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഈ തൊലി നമുക്കിങ്ങനെ പൊളിഞ്ഞ് വരുന്നതായിട്ട് കാണപ്പെടും. കണ്ടോ, തൊലി കംപ്ലീറ്റിങ് വന്നു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു പാളി ഉണ്ടാവും. ആ പാളി എന്ത് വേണം, നമ്മളിതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി കൊടുക്കണം. അല്ലെങ്കിൽ എന്താവും, ഇതിൻ്റെ സപ്പോർട്ടിങ് ഇവിടത്തേക്ക് കിട്ടും. അത് കിട്ടാൻ പാടില്ല. അപ്പം ഇതിങ്ങനെ നമ്മൾ ആ തൊലിയെ ഒരു ഇതുണ്ടാവും, ഒരു മെഴുക് പോലുള്ളൊരു ഇതുണ്ടാവും, ആ ഒരു പാളിയാണ്. അത് നമ്മളിങ്ങനെ ചിരണ്ടി കൊടുത്ത് കളയണം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ആ കത്തി ഉപയോഗിച്ച് ഇതുപോലെ അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം. നീക്കം ചെയ്തു. മൊത്തം ചിരണ്ടി കൊടുത്തില്ലെങ്കിൽ നമുക്ക്, അതായത് ലെയറിങ് വേര് പിടിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ഇതുപോലെ ചിരണ്ടി കൊടുക്കണം. ചിരണ്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കാരണവശാലും കൈ വെച്ചിട്ട് അകത്ത് വശം നമ്മൾ തൊടാൻ പാടില്ല. ഇനി നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു റൂട്ടിംഗ് ഹോർമോണിൻ്റെ ആവശ്യമുണ്ട്. ആ ഹോർമോൺ ഞാൻ കറ്റാർ വാഴയിലാണ് ചെയ്യുന്നത്. നമുക്ക് കടകളിൽ നിന്നും റൂട്ടിംഗ് ഹോർമോൺ വാങ്ങിക്കാൻ കിട്ടും, അതിൻ്റെ ആവശ്യമില്ല. നമുക്കിതുപോലെ കറ്റാർ വാഴ കിട്ടുമെങ്കിൽ അത് മതി. അതിൻ്റെ തൊലി നീക്കം ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് വേണം, ഇതിൻ്റെ ഈ മുകളിലത്തെ ഈ ഭാഗത്തു നിന്നാണ് വേരുകൾ വരിക, ഇവിടെ നിന്നാണ് വേരുകൾ വരിക. അപ്പോൾ എന്ത് വേണം, ആ കറ്റാർ വാഴയുടെ ജെല്ല് ഇതിലിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതിലൊന്ന് തേച്ച് കൊടുത്തു, നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് ആ കറ്റാർ വാഴ അവിടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഈ മുകളിലത്തെ ഭാഗമാണ് കൃത്യമായിട്ട് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ലെയറിങ് കപ്പിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കപ്പാണെങ്കിൽ നമുക്ക് സിമ്പിളാണ്, ഒന്നും ചെയ്യാനില്ല. ഇതിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും നിറച്ച്
ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കയറ്റി ഇവിടെ വെച്ച് നമുക്കിത് ഇങ്ങനെ ലോക്കായി കിട്ടുന്നതാണ്. ഇതാ ഇവിടെ ലോക്കായി കിട്ടി. മഴക്കാലത്തല്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ നമുക്കിത് നനച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ലോക്കായി, ഇവിടെ സെറ്റായി. ഇനിയിപ്പോൾ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാം ഒരു വെള്ള വേരുകൾ ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. ആ വേരുകൾ നമുക്ക് മൂത്ത് കിട്ടണം. ഏകദേശം ഒരു 35 ദിവസം മുതൽ 45 ദിവസം എടുക്കും നമുക്കത് ആ വേര് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. മിനിമം ഒരു 1.5 മാസം നിങ്ങൾ കണക്ക് കൂട്ടണം. അതിനുശേഷം മാത്രമേ നമുക്കിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ചൂടുള്ള സമയങ്ങളിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ഇവിടെ 2 വള്ളി ഇട്ടിട്ട് വെറുതെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ടൈറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് വള്ളിയിട്ട് ടൈറ്റ് ചെയ്യുന്നില്ല. കാരണം ഈ തടിയുടെ വണ്ണം കുറവുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ നമുക്ക് നിറച്ച് ഇതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതും കൂടെ ഞാൻ ഇതിലൊന്ന് ഇങ്ങോട്ടൊന്ന് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ലെയറിങ് കപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് സഞ്ചിയിൽ നമുക്ക് ചെയ്യുന്നൊരു രീതിയും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. കാരണം നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം ഈ കപ്പ് കിട്ടണമെന്നില്ല. അപ്പം നമ്മുടെ വീട്ടിൽ അയൽവക്കക്കാരെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ഇനി പേരയായാലും ചാമ്പയായാലും നമുക്ക് മാവിൻ്റെതായാലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്ക്കുന്നതാണ്. നമുക്കിതുപോലെ തൊലി നീക്കം ചെയ്യുക. തൊലി നീക്കം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആ മുകളിലുള്ള പാളി നമ്മൾ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ചിരണ്ടിക്കളയുക. നന്നായിട്ട് ചിരണ്ടിക്കളഞ്ഞിടണം, ഇല്ലെങ്കിൽ നമുക്കത് വേര് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വേര് പിടിക്കില്ല. നന്നായിട്ട് ചിരണ്ടി കൊടുക്കുക തന്നെ വേണം. കാരണം വെറും തൊലി മാത്രം എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. ചിരണ്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് വേണം, ഞാൻ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ല് ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മുകളിലെ ഭാഗമാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. ശരിക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റും അതുപോലെ ചാണകപ്പൊടിയും മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണിത്. അപ്പം നമ്മൾ ഇതെന്ത് വേണം, നമ്മൾ ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നമ്മൾ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കീറി കൊടുക്കുക. കീറി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ മെല്ലെ പിളർത്തുക. ഇതാ കണ്ടില്ലേ, നമ്മളെന്ത് ചെയ്യണം, ഈ തേച്ച് വെച്ച ഇതാ ഇങ്ങോട്ട് വീഡിയോ ഇങ്ങോട്ട് അടുത്തോട്ട് കാണിക്കൂ. തേച്ച് വെച്ച ഇവിടെ ഇങ്ങനെ നമ്മൾ മുകളിലെ ഭാഗം, മുകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വേര് പിടിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു വള്ളി എടുത്ത് ഉപയോഗിച്ച് നമ്മളിതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. വള്ളി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ കെട്ടിക്കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കിതിൽ വേരിറങ്ങി കിട്ടുകയുള്ളൂ. നല്ലപോലെ ഇത് വള്ളി ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. നമുക്ക് കപ്പുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷെ കപ്പ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഇതുപോലെ അത് നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു എയർ ലെയറിങ് ചെയ്തെടുക്കുന്ന രീതി. നമുക്കൊരു ചാമ്പയിലോ ഒരു പേരയിലോ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ, അതുപോലെ മാവിൻ്റെ തൈകളിലും നമുക്കിതുപോലെ എയർ ലെയറിങ് ചെയ്തിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ചില തൈകൾ നമുക്ക് വേര് പിടിക്കാൻ താമസം ഉണ്ടാകും. ഏറ്റവും പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിക്കുന്നത് ഒന്ന് നമുക്കിതുപോലെ ചാമ്പയിൽ അതുപോലെ പേരയിലൊക്കെയാണ്. പെട്ടെന്ന് നമുക്ക് വേര് പിടിക്കും. ഒരു 45 ദിവസം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.